പുലിക്കളി വികൃത ശരീരഭാഷയല്ലെന്നും വീറും ധീരതയും കൂടി പ്രകടിപ്പിക്കുന്നതുമാണെന്ന് സൂര്യഭാരതി ഗ്രൂപ്പ് ചെയർമാൻ കെ.പി. മനോജ് കുമാർ പറഞ്ഞു. പുലിക്കളി സംഘങ്ങൾക്കും കുമ്മാട്ടി അംഗങ്ങൾക്കുമായി സൂര്യഭാരതി ഗ്രൂപ്പ് കോർപ്പറേറ്റ് ഓഫീസ് ആസ്ഥാനത്ത് നടന്ന ധനസഹായ വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ ഓണം സമത്വത്തിൻ്റെതായി മാറ്റുന്നത് പുലിക്കളിയും കുമ്മാട്ടി സംഘങ്ങളുമാണ്. നമ്മുടെ പാരമ്പര്യവും പൈതൃകവും പുതിയ കാലത്തും ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ടെന്നും മനോജ് കുമാർ പറഞ്ഞു. സൂര്യഭാരതി ഗ്രൂപ്പ് ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി സൂര്യഭാരതി കോർപ്പറേറ്റ് ഓഫീസ് ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 9 പുലിക്കളി സംഘങ്ങൾക്കും ദേശക്കുമ്മാട്ടി സംഘങ്ങൾക്കും സൂര്യഭാരതി ഗ്രൂപ്പിൻ്റെയും മംഗളം ടിവിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ധനസഹായം വിതരണം ചെയ്തത്. മുൻവർഷത്തേതുപോലെ പുലിക്കളി സംഘങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതം നൽകി. കുമ്മാട്ടി സംഘങ്ങൾക്ക് 25,000 രൂപ വീതമാണ് സഹായം. അടുത്ത വർഷം മുതൽ പുലിക്കളി സംഘങ്ങൾക്ക് 1.5 ലക്ഷം രൂപ വീതം നൽകുമെന്നും ചെയർമാൻ മനോജ് കുമാർ അറിയിച്ചു. കുമ്മാട്ടി സംഘങ്ങൾക്ക് അർഹമായ കൂടുതൽ തുക കൊടുക്കും. വർണ്ണശബളമായ ചടങ്ങ് തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എ. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ താങ്ങായി സൂര്യഭാരതി ഗ്രൂപ്പ് മാറിയെന്ന് പ്രസാദ് പറഞ്ഞു. തനിനിറം നിറവോണം ഓണം വാർഷിക പതിപ്പിന്റെ പ്രകാശനം കെ.പി. മനോജ് കുമാറും എ. പ്രസാദും ഒന്നിച്ച് നിർവഹിച്ചു. കെ. കേശവദാസ്, സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, രതീഷ് കടവിൽ, മാധ്യമ പ്രതിനിധികളായ ഗോപാലകൃഷ്ണൻ, എം.ഡി. ജിതീഷ്, സുധീഷ്, വിനോയ് കുര്യാക്കോസ്, NITC, MFTC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ പി. സന്തോഷ് കുമാർ, കെ.വി. മധു, ചിന്തു സതീശൻ, ബാലൻ കണിമംഗലത്ത്, CG അശോകൻ, ബിജു ആട്ടോർ, താരാദിയിടത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇത്തരം സഹായധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ധനസഹായങ്ങൾ എല്ലാവർക്കും ഉപകരിക്കപ്പെടുന്ന രൂപത്തിലാണ് നമ്മളതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ പുലിക്കളി സംഘത്തിനും വലിയൊരു ചെലവ് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾക്ക് കഴിയുന്ന തരത്തിലുള്ള സംഭാവനകളും സഹായങ്ങളും ഒക്കെ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്.